بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله وأصحاب حبيبك الأعظم بعدد كل معلوم لك ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം 21-ാമത്തെ അധ്യായത്തിലാണുള്ളത്. മൗലിദുൽ ഹുസ്നൈനിയുടെ ഹിസ്ബുർ റുഇയത്തി വർ റുഇയ എന്ന അധ്യായത്തിലാണുള്ളത്. അതിൻ്റെ 2ാമത്തെ ഹദീസ് ഹിക്കായത്താണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ളം وعلى آله ما دام الملوان الذي من حسنه المعنوي أن من صحابته أنبياء وملائكة كجان. മുത്തുനബിയുടെ ദർശനത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണല്ലോ ഈ അധ്യായം. അപ്പോൾ മരണത്തിന് മുമ്പ് മുത്തുനബിയെ ഉണർവിൽ ദർശിച്ചവർക്ക് പറയുന്ന പേരാണ് സ്വഹാബി. ആ സ്വഹാബിമാരുടെ ചർച്ചയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മുത്തുനബിയെ വഫാത്തിന് ശേഷം ദർശിച്ചവരെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. അവർ സ്വഹാബിയാകുമോ? ഉണർവിലോ ഉറക്കത്തിലോ മുത്തുനബിയെ മരണശേഷം കണ്ട ആളുകൾ അവർ സ്വഹാബിയാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പറയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ളം വഅലാ ആലിഹി മാദാമൽ മലവാൻ. രാപ്പകലുള്ള കാലത്തോളം അല്ലാഹുവേ, നീ നിന്റെ പരമോന്നത സ്നേഹിയും അവരുടെ അവരുമായി ബന്ധമുള്ളവർക്കും നിന്റെ സ്വലാത്തും സലാമും ബറക്കത്തും നീ ചെയ്യണമേ. അല്ലദീ മിൻ ഹുസ്നിഹിൽ മഅനവി, ആ നബിയുടെ മറ്റൊരു ആന്തരിക ഭംഗിയിൽപ്പെട്ടതാണ്. എന്ത്? മുത്തുനബിയുടെ ഒരു ഭംഗിയാണ് പറയാൻ പോകുന്നത്. മറ്റു ഒരു നബിക്കും മറ്റൊരു റസൂലിനും ലഭിക്കാത്ത മുത്തുനബിയുടെ പ്രത്യേകമായൊരു ഭംഗിയാണ് പറയാൻ പോകുന്നത്. അന്നമിൻ സ്വഹാബത്തിഹി അംബിയാ വ മലായികതൻ കജാൻ. മുത്തുനബിയുടെ സ്വഹാബിമാരിൽ അംബിയാക്കന്മാരുണ്ട്. മറ്റൊരു നബിക്കും ആ നബിയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നബിയില്ല. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും രണ്ടുപേരും റസൂലുകളാണ് എന്നല്ലാതെ മൂസാ നബിയുടെ സ്വഹാബി അല്ല ഹാറൂൻ നബി. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് മുത്തുനബിയുടെ സമുദായത്തിൽ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അമ്പിയാക്കന്മാരുണ്ട്. അതുപോലെ മലായികത്തൻ മലക്കുകളുണ്ട്. മുത്തുനബിയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ മലക്കുകളുണ്ട്. അമ്പിയാക്കന്മാരാരാ? വരുന്നുണ്ട്, പറയുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വഫാത്ത് ആയിട്ടില്ല. ഖളിർ അലൈഹിസ്സലാം നബിയാണ്, വഫാത്ത് ആയിട്ടില്ല. അപ്പോ അവരൊക്കെ, ആ നബിമാരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽപ്പെട്ടവരാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് മുമ്പായി ഉണർവിൽ ഈസാ നബിയും ഖളിർ അലൈഹിസ്സലാമും ഒക്കെ മുത്തുനബിയെ ദർശിച്ചിട്ടുണ്ട്, മുത്തുനബിയുമായി സംഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് മുത്തുനബിയുടെ സ്വഹാബിമാരാണ്. ഇനി ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരൊക്കെ ഇസ്രാ മിഅ്റാജിന്റെ രാവിലെ അവര് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മുത്തുനബിയുടെ കൂടെ. അതുപോലെ ആകാശത്ത് വെച്ച് അവരെ ദർശിച്ചിട്ടുണ്ട് എന്നൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ. അപ്പോൾ അവരൊക്കെ മുത്തുനബിയുടെ സ്വഹാബിമാരാകുമോ? അങ്ങനെ ആകുമെന്നൊരു അഭിപ്രായമുണ്ടെങ്കിലും പക്ഷേ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവര് മുത്തുനബിയുടെ സ്വഹാബിമാരാകില്ല. എന്താ അതിന് കാരണം? അതിന് കാരണം ആദം നബി അലൈഹി ഇസ്ലാമും
ഈസാ നബി അലൈഹി സ്വലാം അല്ലാത്ത, ഖളിർ നബി അല്ലാത്ത പ്രവാചകന്മാരൊക്കെ മുത്തുനബിയെ മിഅ്റാജിൻ്റെ രാത്രി കണ്ടത് ആ പ്രവാചകന്മാർ വഫാത്തായ ശേഷമാണ്. ആദം നബി വഫാത്തായ ശേഷമാണ് മുത്തുനബിയെ ഇസ്രായിലിൻ്റെ മിഅ്റാജിൻ്റെ രാത്രി കണ്ടത്. മൂസാ നബി വഫാത്തായ ശേഷമാണ് കണ്ടത്. അതുകൊണ്ട് സ്വഹാബിയാവണമെങ്കിൽ പ്രബലമായ അഭിപ്രായ പ്രകാരം കാണുന്ന വ്യക്തിയും കാണപ്പെടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രണ്ടുപേരും ജീവിച്ചിരിക്കേ ദർശനമുണ്ടാവണം, വഫാത്തിൻ്റെ മുമ്പായിട്ട് ദർശനമുണ്ടാവണം. അതുകൊണ്ട് ഈസാ നബിയും ഖളിർ അലൈഹിസ്സലാമും അല്ലാത്ത നബിമാർ, പ്രവാചകന്മാർ മുത്തുനബിയുടെ സ്വഹാബിമാരാണെന്ന് പറഞ്ഞുകൂടാ. മലായിക്കത്തൻ, മലക്കുകൾ മുത്തുനബിയുടെ സ്വഹാബിമാരാണ് എന്ന് പറയാൻ കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി വഫാത്താവുന്നതിന് മുമ്പ് എത്രയോ തവണ മുത്തുനബിനെ കണ്ട ആളാണ്, മുത്തുനബിയുടെ കൂടെ ദർശിച്ച ആളാണ്, കൂടെ കൂടിയ ആളാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം, അതുപോലെ മീകായിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, ഇങ്ങനെ പല മലക്കുകളും മുത്തുനബിയെ വഫാത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് മലായിക്കത്ത് മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജിൻ്റെ അന്ന് കണ്ട മലക്കുകളുടെ എണ്ണം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? മുത്തുനബിയെ കണ്ട മലക്കുകളുടെ എണ്ണം. അപ്പോൾ അവരൊക്കെ മുത്തുനബിയുടെ സ്വഹാബിമാർ ആകും. എന്നാൽ പിന്നെ ഒരു സംശയമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെ വഹയി, ദിവ്യ സന്ദേശവുമായി വഹയുമായി ചെന്നിട്ടുണ്ടല്ലോ, അവരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആദം നബി മുതൽക്കുള്ള ജിബ്രീൽ അലൈഹിസ്സലാം ഏതെല്ലാം പ്രവാചകന്മാർക്ക് വഹയുമായി ചെന്നിട്ടുണ്ടോ ആ എല്ലാ പ്രവാചകന്മാരുടെയും സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പെടുകയില്ലേ എന്നൊരു ചോദ്യം. പെടുകയില്ല. കാരണം സ്വഹാബിയാവണമെങ്കിൽ കണ്ടാൽ മാത്രം പോരാ, മരണത്തിന് മുമ്പ് കണ്ടാൽ പോരാ, മറിച്ച് മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിക്കുകയും ആ മുത്തുനബിയുടെ ഉമ്മത്തിൽ പെടുകയും വേണം. മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ ഉമ്മത്തിൽ പെടുക. ഉമ്മത്ത് പെട്ടുകൊണ്ട് മുത്തുനബിയെ കാണണം. അപ്പോഴാണ് സ്വഹാബി സ്വഹാബി എന്ന് പറയുന്നത്. നമ്മുടെ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഒരൊറ്റ പ്രവാചകനും മലക്കുകളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന മതം, പ്രബോധനം ചെയ്ത നിയമങ്ങളും ചിട്ടകളുമൊക്കെ അത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജനതയ്ക്ക്, സമുദായത്തിന് മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മൂസാ നബിയൊക്കെ സുനിശ്ചിതമായ വിഭാഗത്തിലേക്ക് അവരുടെ സന്ദേശം എത്തിച്ചു കൊടുത്ത് അവരോട് മാത്രമുള്ള നിർദ്ദേശമാണ് ആ മത കാര്യങ്ങൾ. അത് ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം ഒരൊറ്റ മലക്കുകൾക്കും ആ നിയമങ്ങൾ ബാധകമല്ല. എന്നാൽ നമ്മുടെ നബി അങ്ങനെയല്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ മലക്കുകളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. നമ്മുടെ നിയമമല്ല മലക്കുകൾക്ക് എങ്കിലും മലക്കുകൾക്കൊരു നിയമമുണ്ട്. ആ നിയമം മലക്കുകൾക്ക് പ്രബോധനം ചെയ്തു കൊടുത്തത്, ആ മലക്കുകൾക്ക് ബോധിപ്പിച്ചു കൊടുത്തത്, അറിയിച്ചു കൊടുത്തത് അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. മുഴുവൻ മലക്കുകളും നമ്മുടെ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. നമ്മുടെ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും നമ്മുടെ നബിയുടെ ഉമ്മത്തിൽ എണ്ണപ്പെടുകയും ചെയ്യുന്നവരാണ് മുഴുവൻ മലക്കുകളും. അതുകൊണ്ട് മുത്തുനബിയെ ഏതെല്ലാം മലക്കുകൾ കണ്ടിട്ടുണ്ടോ അവരെല്ലാം മുത്തുനബിയുടെ സ്വഹാബിമാരിൽപ്പെട്ടവരാണ്. ഈ പ്രത്യേകതയും മുത്തുനബിക്കല്ലാതെ വേറെ ആർക്കുമില്ല. ഖജാൻ, ജിന്നുകളെപ്പോലെ ജിന്നുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിലുണ്ട്. മൗലിദുൽ ഹുസ്നൈനിയിൽ സ്വലാത്തിൻ്റെ മഹത്വം പറയുന്ന ഹിസ്ബിൽ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ഷംഹൂറഷിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഷംഹൂറഷ് അബ്ദുറഹ്മാൻ. ആ ഷംഹൂറഷ് എന്നവർ ജിന്നുകളിൽപ്പെട്ട ആളാണ്. അവരുദ്ധരിക്കുന്ന ഹദീസ്, മുത്തുനബിയിൽ നിന്ന് കേട്ട ഹദീസ് മൗലിദുൽ ഹുസ്നൈനിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജിന്നുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിക്കുകയും അവർക്ക് വേണ്ട മത നിയമങ്ങൾ മുത്തുനബി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സൂറത്തുൽ അഹ്ഖാഫിലും സൂറത്തുൽ ജിന്നിലും അല്ലാഹു തആല
അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പറ്റം ജിന്നുകൾ നബിയെ സമീപിച്ച അഹ്ഖാഫ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള, യമനിലെ അഹ്ഖാഫ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജിന്നുകൾ മുത്തുനബിയെ സമീപിച്ച സംഭവം. മുത്തുനബി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു, മതനിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പം അതുകൊണ്ട് മുത്തുനബിയെ കണ്ട ഏതെല്ലാം ജിന്നുകളുണ്ടോ അവരൊക്കെ മുത്തുനബിയുടെ സ്വഹാബിമാരാണ്. ആ ജിന്നുകൾ പെട്ടെന്ന് മരിക്കില്ല. ആ ജിന്നുകളിൽ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവാം. ഷംഹൂറഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. അദ്ദേഹം മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം അനുസരിച്ച് അടുത്ത കാലത്താണ് അദ്ദേഹം വഫാത്തായത്. മിൻഹും ഈസ വൽ ഖദിറു അബുൽ അബ്ബാസ് ബല്യബ്നു മൽക്കാൻ. ആരാണ് ആ സ്വഹാബിമാരായ അമ്പിയാക്കന്മാര്? അവരിൽപ്പെട്ടവരാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകരാണ്, റസൂലാണ്, മുത്തുനബിയുടെ സ്വഹാബിമാരിൽപ്പെട്ട ആളുമാണ്. അവർ ഇതുവരെ വഫാത്തായിട്ടില്ല. ആഖിറു സമാനിൽ അവർ ഇറങ്ങി വരും. ദജ്ജാൽ വന്ന ശേഷം, ഇമാം മഹദി വന്ന ശേഷം, അതിനുശേഷം ദജ്ജാൽ വരും. ദജ്ജാൽ വന്ന ശേഷം ദജ്ജാൽ ഭൂമിയിൽ ഇങ്ങനെ വാഴ്ച നടത്തുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഭൂമിയിൽ ഏറ്റവും വലിയ ശല്യം നടക്കുന്ന സമയത്ത് അതിന് ഒരു അറുതിയായി ഭൂമിയിലുള്ള നല്ല മനുഷ്യർക്ക് ശാന്തി നൽകാനാണ് ഇമാം മഹദി വരുന്നത്. അങ്ങനെ ഇമാം മഹദി വന്ന ശേഷം ഭൂമിയിൽ എല്ലായിടത്തും ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ദജ്ജാൽ വന്ന് വീണ്ടും ഭൂമിയിൽ വലിയ പ്രശ്നമുണ്ടാക്കും. അന്നേരം ദജ്ജാലുണ്ടാക്കിയ അശാന്തികൾക്ക് അറുതി ഉണ്ടാവാനാണ് ലാസ്റ്റ് മഹദിയായ ഈസാ നബി അലൈഹിസ്സലാം, ഈസൽ മസീഹ്. ഈസാ നബിയെക്കുറിച്ചും മഹദി എന്ന ഹദീസ് കാണാം. ഈസാ നബി അലൈഹിസ്സലാം വരും. അപ്പം അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ ഖതലൂഹു വമാ സലബൂഹു. ഈസാ നബി അലൈഹിസ്സലാം കുരിശിലേറ്റപ്പെട്ടു, കുരിശിൽ വധിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് തെറ്റാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ വിവരണമനുസരിച്ച്, മുസ്ലിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടില്ല, വധിക്കപ്പെട്ടിട്ടില്ല. ഒമാ ഖതലൂഹു, അവർ വധിച്ചിട്ടുമില്ല. ഒമാ സ്വലബൂഹു, അവർ കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് വിഷയം കൺഫ്യൂഷൻ ആയതാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖളിർ അലൈഹിസ്സലാം, അവരുടെ പേരാണ് അബുൽ അബ്ബാസ്. ശരിക്കിനുള്ള ഉപ്പട്ട പേര് ബല്യബ്നു മൽക്കാൻ എന്ന പേരാണ്. ബല്യ എന്നാണ് അവരുടെ പേര്, ബല്യ. ഉപ്പയുടെ പേര് മൽക്കാൻ, ബല്യബ്നു മൽക്കാൻ. ഹാമിലുൽ ഇൽമിൽ ലദുന്നി അത്താബിഉ ത്വാഹൽ ബുർഹാൻ. ഖളിർ അലൈഹിസ്സലാം മൂസാ നബിയുടെ കാലത്തൊക്കെ ഉള്ള ആളാണ് ഖളിർ നബി അലൈഹിസ്സലാം. ആ ഖളിർ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകത ഹാമിലുൽ ഇൽമിൽ ലദുന്നി, ലദുന്നിയായ അള്ളാഹുവിൻ്റെ ഇലാഹിയായ സ്പെഷ്യൽ ഇൽമ്, അള്ളാഹു തആല എവിടെയും എഴുതി വെക്കാത്ത, ഒരു പുസ്തകത്തിൽ എഴുതി വെക്കപ്പെട്ട് വായിക്കപ്പെട്ട് മനസ്സിലാക്കുന്ന ഇൽമല്ല, മറിച്ച് അള്ളാഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ ഖൽബിലേക്ക് അള്ളാഹു നൽകുന്ന സ്പെഷ്യലായ ഇൽമിനാണ് ഇൽമു ലദുന്നി എന്ന് പറയാം. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. നാം ഡയറക്റ്റായി എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളിൽ നിന്നോ വേറെ ഒരു മാധ്യമം, ഒരു ഉസ്താദ്, ഒരു ടീച്ചർ മാധ്യമമല്ലാതെ അള്ളാഹു നൽകുന്ന ഇൽമ്, അങ്ങനത്തെ പ്രത്യേക ഇൽമ് മൂസാ നബി അലൈഹിസ്സലാമിന് അന്നേരം ആ ഇൽമ് അള്ളാഹു തആല കൊടുത്തിട്ടില്ലായിരുന്നു. മൂസാ നബിയുടെയും ഖളിർ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. അള്ളാഹു തആല മൂസാ നബിയോട് ഖളിർ അലൈഹിസ്സലാമിനെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മൂസാ നബി ചോദിക്കപ്പെട്ടു, ആരാണ് ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആൾ? അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം സ്വാഭാവികമായിട്ടും പറഞ്ഞു, തൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചോദിക്കുമ്പോൾ അവിടെ നബിയായിരിക്കണം, ആ സമുദായത്തിൽ വെച്ച് ഏറ്റവും അറിവുള്ള ആൾ നബിയായിരിക്കണം, വേറെ ആളുണ്ടാവാൻ പാടില്ല. ആ അർത്ഥത്തിലാണ് മൂസാ നബി ഞാൻ തന്നെ എന്ന് പറഞ്ഞു. സമുദായത്തിനോട് പറയേണ്ട ആ മറുപടി തന്നെയാണ്, ഞാൻ തന്നെ എന്നാ പറയേണ്ടത്. പക്ഷേ
അള്ളാഹുമായിട്ടുള്ള കണക്ഷനിൽ, അള്ളാഹുവിൻ്റെ അറിവിൽ ഈ സമുദായത്തിലേക്ക് നോക്കുന്നില്ലെങ്കിൽ മൂസാ നബിയുടെ സമുദായത്തിൽ പെടാത്ത മറ്റു ഭാഗങ്ങളിൽ മൂസാ നബിയേക്കാൾ അറിവുള്ള ആൾ ഉണ്ടാവാം. ആ വിഷയം മൂസാ നബി അലൈഹിസ്സലാം അവിടെ അന്നേരം സ്മരിക്കാത്തത് കൊണ്ട് അള്ളാഹു താല മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു പരീക്ഷണമെന്നോണം അള്ളാഹു താല മൂസാ നബിയോട് പറഞ്ഞു, എന്നാൽ മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു അടിമയുണ്ട്. ആ അടിമയെക്കുറിച്ച് അള്ളാഹ് പറയാം, വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. ആ അടിമക്ക് നാം സ്പെഷ്യലായ അറിവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ഇപ്പം ഇല്ലാത്ത അറിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകണം, ആ അടിമയൊന്ന് പോയി കാണണം. ആ അടിമയെ അടുത്തുള്ള അറിവുകൾ നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്ന അറിവുകളാണ് ആ അടിമയുടെ അടുത്തുള്ളത് എന്ന് പറയുകയും മൂസാ നബി അലൈഹിസ്സലാം ഖളിർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോയ വിശദമായ ആ സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി ഖളിർ അലൈഹിസ്സലാം കാണിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ഈ മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ പൊരുൾ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു പോന്നു. അപ്പോൾ ഖളിർ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചില സ്പെഷ്യലായ ഇൽമുണ്ട്. ആ ഇൽമ് ഔലിയ വിലായത്തിൻ്റെ ഇൽമാണ്. ഔലിയാൻ്റെ അടുത്തുള്ള ഇൽമാണ്. ഇന്ന് ഔലിയാൻ്റെ അടുത്തുള്ള ഇൽമ് മഅരിഫത്ത്, സ്പെഷ്യലായ മഅരിഫത്ത്, ഹഖീഖത്ത് എന്ന് പറയും. ഇൽമുൽ ഹഖീഖ ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ്, രഹസ്യമായ അറിവ്. ആ അറിവാണ് സിറായ അറിവ്, സീക്രട്ടായ അറിവ്. അതാണ് ഖളിർ അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അത് പൊതുജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട അറിവല്ല. മൂസാ നബി അലൈഹിസ്സലാം പൊതുജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന സമയത്ത് അന്നേരം അള്ളാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് ആ അറിവ്, ഖളിർ അലൈഹിസ്സലാമിൻ്റെ അടുത്തുള്ള അറിവ് അന്നേരം മൂസാ നബിക്ക് അള്ളാഹു തആല പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നീട് അള്ളാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് അറിവൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഏതായാലും ഖളിർ അലൈഹിസ്സലാമാണ് ആ കാലത്ത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അക്കാലത്തൊക്കെ ഇൽമുൽ ഹഖീഖ എന്ന് പറയുന്ന വിലായത്തിൻ്റെ ഇൽമുൽ ഹഖീഖ എന്ന് പറയുന്ന അറിവ്, അതുപോലെ സിറായ അറിവുകൾ സൂക്ഷിക്കാൻ, കൈകാര്യം ചെയ്യാൻ, സൂക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ വ്യക്തി ഖളിർ അലൈഹിസ്സലാമാണ്. ഇപ്പോഴും ഖളിർ അലൈഹിസ്സലാം എല്ലാ കാലത്തും അവർ വഫാത്തായിട്ടില്ല എന്നാണ് പ്രബലം. ചിലർ വഫാത്തായിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അവർ വഫാത്തായിട്ടില്ല. ഖളിർ അലൈഹിസ്സലാം ദജ്ജാലൊക്കെ വന്ന ശേഷമാണ് വഫാത്താകുക എന്ന് പല കിതാബുകളിലും കാണാം. അപ്പോൾ ഖളിർ അലൈഹിസ്സലാം, ഗൗസുൽ ജീലാനി, ഗൗസുൽ ആലമിൻ്റെ കാലത്തൊക്കെ, അവരുടെ തുടക്കകാലത്തൊക്കെ ഖളിർ അലൈഹിസ്സലാം ഗൗസുൽ ആലമിനെ തർബിയത്ത് ചെയ്ത സംഭവങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട്. അൽ മൗലിദുൽ ഈമാനി, മൗലിദുൽ ഗൗസിൽ ജീലാനി എന്ന് പറയുന്ന ജീലാനി തങ്ങളെക്കുറിച്ച് ഉള്ള ആ മൗലിദിൽ ആ സംഭവങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖളിർ അലൈഹിസ്സലാം ഔലിയായിനിടയിൽ, ഔലിയായിൻ്റെ തുടക്ക സമയത്ത് ഔലിയായിനെ നിയന്ത്രിക്കുകയും അവരെ ശിക്ഷണം നടത്തുകയും അവരെ പരീക്ഷിക്കുകയും അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുകയും, വിലായത്തിൻ്റെ ഒരു മധ്യനിലയിലെത്തിയ ഔലിയാക്കന്മാർ അവരെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അവർക്കിടയിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളിലൊക്കെ വിധി പറയുകയും ഒക്കെ ചെയ്യുന്ന ചുമതലയാണ് ഖളിർ അലൈഹിസ്സലാമിനുള്ളത്. ആ ഖളിർ അലൈഹിസ്സലാം മുത്തുനബി ഭൂമിയിൽ വന്ന ശേഷം, ഭൂമിയിലേക്ക് പ്രവാചകരായി വന്ന ശേഷം മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം ശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ സൂക്തം വിശദമായി പറഞ്ഞതാണ്. ഏതൊരു പ്രവാചകൻ ഉള്ള സമയത്ത് മുത്തുനബി വന്നാൽ ആ മുത്തുനബിയെ കൊണ്ട്, മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കൽ എല്ലാ പ്രവാചകന്മാർക്കും നിർബന്ധമാണ്. അപ്പോൾ ഖളിർ അലൈഹിസ്സലാം മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം എവിടുന്നാണ് മുത്തുനബിയെ കണ്ടത്? പലപ്പോഴും ഈസാ നബിയൊക്കെ ഔദ്യോഗികമായിട്ടുള്ള വരവ് ആഖിർ സമാനിലാണെങ്കിലും ഈസാ നബി അലൈഹിസ്സലാമൊക്കെ പലപ്പോഴും ഹജ്ജിനൊക്കെ
വരാറുണ്ട് എന്ന് ഹജ്ജ് വേളയിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ പല മഹാന്മാരും കണ്ടതായിട്ടൊക്കെ കിതാബുകളിൽ കാണാം. അപ്പോൾ അവരൊക്കെ മുത്തുനബിയെ ഭൂമിയിൽ വെച്ച് തന്നെ കണ്ടിട്ടുണ്ട്. ഇനി ഭൂമിയിൽ ചിലർ പറയുന്നത് അങ്ങനെ, ചില പണ്ഡിതന്മാർ പറയുന്നത് ഭൂമിയിൽ വെച്ച് കണ്ടാലേ പ്രവാചക സ്വഹാബി ആകൂന്ന്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഭൂമിയിൽ വെച്ച് കാണണം എന്നില്ല. ഭൂമിയിൽ വെച്ചായാലും ആകാശത്ത് വച്ചായാലും കാണുന്ന വ്യക്തിയും കാണപ്പെടുന്ന മുത്തുനബി രണ്ടുപേരും മരിക്കുന്നതിൻ്റെ വഫാത്താകുന്നതിന് മുമ്പുള്ള കാഴ്ച, ആ കാഴ്ചയാവണം. പിന്നെ ആകാശത്തുള്ള വെച്ച് ചില കാഴ്ചയുണ്ട്, റൂഹാനിയായ പോക്കിൽ കണ്ട കാഴ്ച. ആ കാഴ്ചയിൽ സ്വഹാബി ആകൂല എന്ന് ശരിയാ. പക്ഷെ മുത്തുനബിയുടെ ഇസ്രാ മിഅ്റാജ് യാത്ര അങ്ങനെ റൂഹാനിയ യാത്രയല്ല. അത് ശരീരത്തോടു കൂടെ ഭൂമിയിൽ എങ്ങനെ നടക്കുന്നു അതേ രൂപത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന് പോയത്. അതുകൊണ്ട് അവിടെ ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയിൽ ഈസാ നബിയെ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ആ കാഴ്ചയെക്കുറിച്ച് സ്വഹാബിയാവാൻ പറ്റാത്ത കാഴ്ചയാണെന്ന് പറയേണ്ട ഒരാവശ്യവുമില്ല. അത് സ്വഹാബിയാവാൻ പറ്റിയ കാഴ്ച തന്നെയാണ്. അതല്ലാത്ത പോക്ക് ഔലിയാക്കന്മാർ, ഗൗസുൽ ആലമിനെ പോലത്തെ മഹാന്മാർ ആകാശത്തിലേക്കൊക്കെ അവരുടെ റൂഹാനിയായ പോക്ക് പോവാറുണ്ട്, ശരീരം കൂടാതെയുള്ള പോക്ക്. ആ പോക്കിൽ കാണുന്നതിന് ശരീരത്തോടുള്ള കാഴ്ചയുടെ പ്രത്യേകത ഉണ്ടാകില്ല, സ്വഹാബി എന്ന് തന്നെ പറയൂല. അപ്പോൾ മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രി മുത്തുനബി പോയതിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വഹാബി ആവാൻ പറ്റിയ രൂപത്തിലുള്ള ദർശനം തന്നെയാണ്. ഹാമിലുൽ ഇൽമിൽ ലദുന്നി താബിഉ ത്വാഹൽ ബുർഹാൻ, എല്ലാവർക്കും രേഖയായ പ്രമാണമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുഗമിക്കുന്ന ഖളർ അലൈഹിസ്സലാം. ആ ഖളർ അലൈഹിസ്സലാം ലദുന്നിയായ ഇൽമിൻ്റെ വാഹകരുമാണ്. അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ മുത്തുനബിയുടെ സ്വഹാബിയാണ്. വഅൻ യുബ്ഖാ ഇലാ ഖുർബിസ്സാഅതി അംസാലുഹുമാ അലൈഹിമസ്സലാത്തു വസ്സലാമുൽ ഖാലിദാൻ. മറ്റൊരു ഭംഗി മുത്തുനബിയുടെ ആന്തരികമായ ഭംഗി. ഇപ്പോൾ പറഞ്ഞത് അമ്പിയാക്കന്മാർ, മലക്കുകൾ, ജിന്നുകൾ, ഇവരൊക്കെ മുത്തുനബിയുടെ സ്വഹാബിമാരിലുണ്ട്. അത് മറ്റുള്ള നബിമാർക്കൊന്നുമില്ല. മറ്റൊരു പ്രത്യേകത പറയാ, യുബ്ഖാ ഇലാ ഖുർബിസ്സാഅ, അന്ത്യനാളിൻ്റെ തൊട്ട് അടുത്തുള്ള സമയം വരെ ശേഷിക്കപ്പെടും, സജീവമാക്കപ്പെടും അംസാലുഹുമ, ഈസാ നബി അലൈഹിസ്സലാം, ഖളർ അലൈഹിസ്സലാമിനെ പോലത്തെ മഹാന്മാർ. ഖളർ അലൈഹിസ്സലാം എന്നും പറയും, ഖിളിർ അലൈഹിസ്സലാം എന്നും പറയും. രണ്ടും അവരെക്കുറിച്ച് പറയും. ശരിയായ ഉച്ചാരണമാണ് രണ്ടും. അലൈഹിമസ്സലാത്തു വസ്സലാമുൽ ഖാലിദാൻ, അവർക്ക് രണ്ടുപേർക്കും അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ വഫാത്താവാതെ നിലകൊള്ളുക, ഇവർ രണ്ടുപേരും നിലകൊള്ളുക എന്ന് പറഞ്ഞതും മുത്തുനബിയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ സ്വഹാബിമാരുണ്ടായിട്ടുണ്ട്. ആ സ്വഹാബിമാരൊക്കെ അവരൊക്കെ വഫാത്തായി പോയി. മുത്തുനബിയുടെ സ്വഹാബിമാർ ഇപ്പോഴും വഫാത്തായിട്ട്. ഈസാ നബി, ഖളർ നബി അലൈഹിമസ്സലാം അവരെ പോലോത്തവർ അവശേഷിക്കുന്നു എന്ന് പറയാൻ കാരണം, അവർ അവശേഷിക്കുന്നു എന്നല്ല, അവരെ പോലോത്തവർ അവശേഷിക്കുന്നു എന്ന് പറയാൻ കാരണം അവരും അവശേഷിക്കുന്നുണ്ട്, ജിന്നുകൾ അവശേഷിക്കുന്നുണ്ട്, മലക്കുകൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ കോടാനുകോടി സ്വഹാബിമാർ ഇപ്പോഴും മുത്തുനബിയുടെ സ്വഹാബിമാർ അവശേഷിക്കുന്നുണ്ട്. വസ്സഹാബിയു, ആരാണ് സ്വഹാബി എന്ന് പറഞ്ഞാൽ സ്വഹാബിയുടെ നിർവചനം എന്ത്? മൻ ലഖിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹളതൻ ഫിൽ യഖലതി മുഅ്മിനൻ വഹുമാ ഹയ്യാൻ. ഷോർട്ടായിട്ടുള്ള, വെരി ഷോർട്ടായ ഒരു നിർവചനമാണ് ഈ പറഞ്ഞ നിർവചനം. അതോടൊപ്പം അത് സമഗ്രവുമാണ്. മൻ ലഖിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ ദർശിച്ചവർ, ലഹള ഒരു സെക്കൻഡ്, അല്പസമയം മുത്തുനബിയെ ദർശിച്ചാൽ മതി. ദർശിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബിയുമായി ഒത്തുകൂടുക എന്നർത്ഥമുള്ളൂ. കാരണം ഈ മുത്തുനബിയുമായി ഒപ്പം കൂടുന്ന ആള് കാഴ്ചയില്ലാത്ത ആളാണ്. കുരുടനാണെങ്കിൽ അന്ധനാണെങ്കിലും അദ്ദേഹം സ്വഹാബിയാവും. ലഹളത്തൻ, അല്പസമയം ഒരുമിച്ച് കൂടിയാൽ മതി. ലഖിയ എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടുക എന്നാണ് ശരിയായ അർത്ഥം. പിന്നീട് പ്രയോഗിച്ച് ഒരുമിച്ചുള്ള കാണാൻ വേണ്ടി അതോടെ കാണുക എന്നർത്ഥത്തിനായതാ. ലഹളത്തൻ ഫിൽ യഖലത്തി, ഉണർവിൽ കാണണം. സ്വപ്നത്ത് കണ്ടാൽ പോരാ മുത്തുനബിയെ സ്വപ്നത്ത് കണ്ടാൽ പോരാ. ഒരുമിച്ച് കൂടുതൽ സ്വപ്നത്തിലായാൽ പോരാ. പക്ഷെ മുത്തുനബിയെ കാണുന്ന വ്യക്തി
മുത്തനബി ഉണർവിലാണുള്ളത്. വഫാത്തിൻ്റെ മുമ്പ് മുത്തനബിയോട് കൂടെ ഒരുമിച്ച് കൂടി. ഈ ഒരുമിച്ച് കൂടിയ ആൾ ഉറങ്ങുകയാണ്, അതിന് പ്രശ്നമില്ല, സ്വഹാബി തന്നെയാണ്. മുത്തനബിയുമായി ഒരാൾ സംഗമിച്ചു. ആ സംഗമിച്ച വ്യക്തി അന്നേരം മുത്തനബി വന്ന സമയത്ത് ഉറങ്ങുകയാണ്. പക്ഷെ മുത്തനബിയുമായി സംഗമിക്കുന്നത് ഉറക്കത്തിലല്ല. ഇയാൾ സ്വപ്നത്തിലല്ല സംഗമിക്കുന്നത്. സ്വപ്നത്തിലല്ലാതെ യഥാർത്ഥത്തിൽ തന്നെ മുത്തനബിയുമായി സംഗമിക്കുന്നുണ്ട്. പക്ഷെ രണ്ടിലൊരാൾ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കത്തിന് പ്രശ്നമില്ല. അതേ സമയത്ത് ഈ ഒരുമിച്ച് കൂടൽ തന്നെ, സംഗമം തന്നെ യഥാർത്ഥത്തിലില്ല, അത് സ്വപ്നത്തിലേ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ അത് സ്വഹാബിയാകാൻ പറ്റില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫിൽ യഖലത്തി, ഉണർവിൽ വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ, സ്വപ്നത്തിലായി പോവരുത് എന്നേ അർത്ഥമുള്ളൂ. എന്നല്ലാതെ മുത്തനബിയുമായി സംഗമിക്കുന്ന സമയത്ത് അയാൾ തീരെ ഉറങ്ങാൻ പാടില്ല എന്നർത്ഥമല്ല. മുഅ്മിനൻ, വിശ്വാസിയായിക്കൊണ്ട് ഒരുമിച്ച് കൂടണം. മുഅ്മിനാവണം എന്നേ ഉള്ളൂ, കുട്ടിയാവരുത് എന്നില്ല. ശൈശവത്തിൽ കണ്ടാലും മുത്തനബിയുമായി ഒരുമിച്ച് കൂടിയാലും സ്വഹാബിയാവും. പ്രായപൂർത്തിയാവണമെന്നില്ല, തമീസ് ഉണ്ടാവണമെന്നുമില്ല, വകതിരിവായ കുട്ടിയാവണമെന്നില്ല. പ്രസവിച്ച ഉടനെ തന്നെ മുത്തനബിയെ കണ്ടു, പിന്നീട് കണ്ടിട്ടുമില്ല മുത്തനബിയെ, ആ വ്യക്തിക്കും പ്രത്യേകത ഉണ്ട്, സ്വഹാബി എന്ന് പറയും. വഹുമാ ഹയ്യാൻ, രണ്ടാളും വഫാത്താവുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കെ ആയിരിക്കണം, അതാ കണ്ടീഷൻ. വഫാത്താവുന്നതിന് കാണുന്ന വ്യക്തിയും വഫാത്താവാൻ പാടില്ല. ചിലർ കണ്ട് വഫാത്തായ ശേഷം മുത്തനബിയുമായി ഉണർവിൽ ഒരുമിച്ച് കൂടും. ചില ആളുകൾ മുത്തനബി വഫാത്തായ ശേഷം ഉണർവിൽ ഒരുമിച്ച് കൂടും. അതുപോരാ, ജീവിച്ചിരിക്കെ തന്നെ മുത്തനബിയോ കാണുന്ന വ്യക്തിയോ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുമിച്ച് കൂടണം. എന്നാലേ സ്വഹാബി എന്ന് പറയൂ. സ്വഹാബിക്ക് ധാരാളം സ്ഥാനമാനങ്ങളുണ്ട്. അതാ ഈ കണ്ടീഷനുള്ളവനാ സ്വഹാബി എന്ന് പറയാം. ഈ കണ്ടീഷനോട് കൂടെ സ്വഹാബി ആയ വ്യക്തിക്ക് അല്ലാഹു തആല സ്വർഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് സ്വർഗം ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് സ്വർഗമുണ്ട് എന്ന് ഉറപ്പാണ്. സ്വർഗം ഉണ്ട് എന്ന് സന്തോഷ വാർത്ത ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടോലാണ് സ്വഹാബിമാർ. അശറത്തുൽ മുബശ്ശരീൻ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. 10 സ്വഹാബിമാർ, അവർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. എന്താ അർത്ഥം? അവർക്ക് മാത്രമേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ഉള്ളൂ എന്ന് അല്ല. ആ 10 വിഭാഗത്തിൽ പെടാത്ത എത്രയോ സ്വഹാബിമാർക്ക് വേറെ ചില സമയങ്ങളിൽ അദ്ദേഹം സ്വർഗത്തിൻ്റെ ആളാണെന്ന് റസൂൽ പറഞ്ഞതുണ്ട്. പല സ്വഹാബിമാരോടും നീ സ്വർഗത്തിൻ്റെ ആളാണ്, സ്വർഗത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അശറത്തുൽ മുബശ്ശരീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വേളയിൽ ഒരൊറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു, അബൂബക്രിൻ ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, അങ്ങനെ ഓരോരുത്തരും പേര് പറഞ്ഞ് അങ്ങനെ 10 പേര് വരെ മുത്തനബി ഒറ്റടിക്ക് അവർ സ്വർഗാവകാശികളാണ് എന്ന് പറഞ്ഞു. അവർക്ക് അപ്പോൾ സ്പെഷ്യലായിട്ടൊരു പേര് കിട്ടി, അശറത്തുൽ മുബശ്ശരീൻ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 വിഭാഗം. അതിൽപ്പെടാത്ത റസൂലിനെ തന്നെ ഡയറക്റ്റ് സന്തോഷ വാർത്ത അറിയിച്ച വേറെ സ്വഹാബിമാരുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മുത്തനബിയുടെ സ്വഹാബിമാരായ ആളുകൾക്കൊക്കെ സ്വർഗമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബിയായി മരിക്കാൻ കഴിയണം. റസൂലുള്ളാഹിയോട് കൂടെയൊക്കെ ജീവിച്ചു, പിന്നീട് മരണത്തിൻ്റെ മുമ്പായിട്ട് ഇസ്ലാമെന്ന് രാജിവെച്ച് പോയി മുർത്തദ്ദായി കഴിഞ്ഞാൽ ഒരിക്കലും സ്വഹാബിയാകില്ല. അങ്ങനത്തെ ആളുകളും ഉണ്ട്. വന്നഫിൽ മിനഹിൽ മക്കിയ, മുത്തനബിയുടെ സ്ഥാനമാനങ്ങളിൽ പെട്ടതാണ്, മുത്തനബിയുടെ സൗന്ദര്യത്തിൽ പെട്ടതാണ്, ഭംഗിയിൽപ്പെട്ടതാണ്. മിനഹുൽ മക്കിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലുണ്ട് അഫ്ളലുന്നാസി ബഅദൽ അംബിയായി, അംബിയാക്കന്മാർക്ക് ശേഷം, പ്രവാചകന്മാർക്ക് ശേഷം ജനങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുന്നതരായവര്, ശ്രേഷ്ഠമായവര് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അത് മുത്തനബിയുടെ ഒരു സൗന്ദര്യ ഭംഗിയാണ്. ആദം നബി മുതൽക്ക് ഈസാ നബി വരെയുള്ള പ്രവാചകന്മാർ, മുത്തനബി വരെയുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരൊക്കെ കഴിഞ്ഞു പോയാൽ പിന്നെ ആരാ ഏറ്റവും വലിയ ആള്? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനിക്ക് ബിൽഖീസിന്റെ കൊട്ടാരം കൊണ്ടേ കൊടുത്ത ആസിഫ് ബിൻ ബർഖിയ എന്ന് പറഞ്ഞ റളിയല്ലാഹു അൻഹു ആ മഹാനാണോ? അല്ല. ആരാണ് ഏറ്റവും വലിയ ആള്? ആദം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച വ്യക്തിയാണോ? അല്ല. ഇബ്രാഹിം നബിയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച ആളാണോ? അതും അല്ല. പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നടന്നിരുന്ന, മന്ത്രിയായി നടന്നിരുന്ന ആളാണോ? അതുമല്ല. പിന്നെ ആരാ? അത് പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള ലീഡർ ആരാ?
പ്രവാചകന്മാരിൽ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠരായ നബി നമ്മുടെ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തുനബിയുടെ ഏറ്റവും അടുത്ത പ്രൈവറ്റ് സെക്രട്ടറി, മുത്തുനബിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, തൊട്ടടുത്ത് പെരുമാറിയിരുന്ന മന്ത്രിയെ പോലെ പെരുമാറിയിരുന്ന ആള് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ളത്. അപ്പം അത് മുത്തുനബിയുടെ ഒരു ശിഷ്യൻ, നേർക്കുനേരുള്ള ശിഷ്യൻ അത്രയും വലിയ സ്ഥാനത്തേക്ക് ഉയർന്നു എന്നത് മുത്തുനബിയുടെ ഒരു സ്ഥാനമാണ്. മുത്തുനബിക്കൊരു സൗന്ദര്യ ഭംഗിയാണ്. ഉമറു, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാം സ്ഥാനം ഉമർ റളിയല്ലാഹു അൻഹുവിന്. ഉസ്മാൻ, മൂന്നാം സ്ഥാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. അലിയുൻ, നാലാം സ്ഥാനം അലി റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെയാണല്ലോ അവരുടെ ഭരണത്തിൻ്റെ ഘടനയും അങ്ങനെയാണ്. ആദ്യം ഖലീഫയായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമൻ ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാമൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമൻ അലി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അവരുടെ സ്ഥാനവും ശ്രേഷ്ഠതയും. ഫബഖിയ്യത്തുൽ അശറത്തിൽ മുബശ്ശരീന ബിൽ ജിനാൻ, അതിനുശേഷം പിന്നെ അശറത്തുൽ മുബശ്ശരീങ്ങളിൽ ബാക്കിയുള്ള 6 പേര്. അൻ അബി ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയിൻ വഅൻ ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി. ഇതാണ് 10 പേര്. അപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ബാക്കിയുള്ള 6 പേർക്കാണ് പിന്നീട് സ്ഥാനം, ഒരേ സ്ഥാനം. ആരാണ് അവർ ഇവിടെ പറയുന്നു? ത്വൽഹത്ത് ബിനു ഉബൈദില്ല 1, വസുബൈർ ബിനുൽ അവ്വാം 2, വസഅദ് ബിനു മാലിക്കിൻ 3, വസഈദ് ബിനു സൈദിൻ 4, വഅബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് 5, വബ്നു ഔഫിൻ അബ്ദുറഹ്മാൻ ബിനു ഔഫ്. ഇങ്ങനെ 6 പേര് അവർക്കാണ് സ്ഥാനം. ഫബഖിയ്യത്തു അഹ്ലി ബദരിൻ, ഈ പറഞ്ഞ എല്ലാവരും, ഈ അശറത്തുൽ മുബശ്ശരീൻ എന്ന് പറഞ്ഞ എല്ലാവരും ബദരീങ്ങളാണ്, ബദരീങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഇവർക്കാണ് സ്ഥാനം. ഫബഖിയ്യത്തു അഹ്ലി ബദരിൻ, അശറത്തുൽ മുബശ്ശരീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ബദറിൽ പങ്കെടുത്ത മറ്റു ബാക്കിയുള്ള സ്വഹാബിമാർക്കാണ് സ്ഥാനം. ഫഅഹ്ലി ബൈഅത്തി റിദ്വാൻ, പിന്നീട് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബിമാര് മുത്തുനബിയുമായി ബൈഅത്ത് നടത്തിയ, ഒരു മരഞ്ചുവട്ടിൽ വെച്ച് മുത്തുനബിയുമായി ബൈഅത്ത് നടത്തി. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുത്തുനബിക്ക് വിളിച്ചാൽ ഏത് സമയത്തും അവർ മുത്തുനബിയെ കൂടെ നിൽക്കാൻ, സംരക്ഷണം നൽകാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്ത ബൈഅത്തുർ റിദ്വാൻ ആ സ്വഹാബിമാർ, അവർക്കാണ് പിന്നീട് സ്ഥാനം. വഖീല അഹ്ലി ഉഹുദിൻ, ബദരീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ബൈഅത്തുർ റിദ്വാനിലെ സ്വഹാബിമാർക്കാണ് സ്ഥാനം എന്ന് പറഞ്ഞെങ്കിലും മറ്റൊരു അഭിപ്രായമുണ്ട്, ബദരീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉഹുദീങ്ങൾക്കാണ് സ്ഥാനം. ഏതായാലും പ്രബലമനുസരിച്ച് ബൈഅത്തുർ റിദ്വാൻ സ്വഹാബിമാർക്കാണ് സ്ഥാനം, അത് കഴിഞ്ഞാൽ പിന്നെ ഉഹുദീങ്ങൾക്കാണ് സ്ഥാനം. ഫബഖിയ്യത്തു സുഹ്ബാൻ, ഉഹുദീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്വഹാബിമാരും ഒരേ സ്ഥാനത്താണ്. ഫലാ മഖാമ അഅ്ളമ മിൻ മഖാമി മൻ ഇർതളാഹുമുല്ലാഹു തആല ലിസുഹ്ബത്തി ഹബീബിഹി ബിൽ ഇദ്മാൻ. അപ്പോൾ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാന്ന് പറഞ്ഞല്ലോ. എന്താ അതിന് കാരണം? അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ പടപ്പുകളെ കൂട്ടത്തിൽ ഏറ്റവും സമുന്നതരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും രഹസ്യ ഫ്രണ്ടായി മുത്തുനബിയുടെ കൂടെ നിൽക്കാൻ, കൂടെ സഹവസിക്കാൻ ഭാഗ്യം ലഭിച്ചു. അതിനായി അള്ളാഹു തആല സെലക്ട് ചെയ്ത വ്യക്തിയാണ്, തെരഞ്ഞെടുത്ത വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ആ ഒരു സ്ഥാനം ചില്ലറല്ല. അത് പിന്നെ ആ സ്ഥാനം കിട്ടിയാൽ പിന്നെ ഗൗസുൽ ആലമിൻ്റെ കൂടെ നിന്നോളന്നില്ല, റിഫായി തങ്ങളെ കൂടെ നിന്നോളന്നില്ല, മറ്റൊരു വലിയൻ്റെ കൂടെ നിന്നോളന്നില്ല. ആ വലിയൻ്റെ കൂടെ നിൽക്കുന്നവരെക്കാളൊക്കെ സ്ഥാനം ആർക്കാണ്? മുത്തുനബിയാവുന്ന സൃഷ്ടികളിൽ ഏറ്റവും സമുന്നതരായ പ്രവാചകർ, ആ നബിയുടെ കൂടെ സ്പർശിച്ച് കണ്ട് ദർശിച്ച് നിന്ന വ്യക്തിക്കാണ്
മറ്റേതൊരു വ്യക്തിയേക്കാളുള്ള സ്ഥാനം. ഫലാ മഖാമ അഅ്ളമ മിൻ മഖാമി മൻ ഇർതലാഹുമുല്ലാഹു തആല, അല്ലാഹു തആല തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് തെരഞ്ഞെടുത്ത ലിസുഹബത്തി ഹബീബിഹി, തൻ്റെ ഹബീബായ മുത്തുനബിയോട് സഹവസിക്കാൻ വേണ്ടി അല്ലാഹു തആല പൊരുത്തപ്പെട്ട് തെരഞ്ഞെടുത്തവരുടെ മഖാമ്, ആ സ്ഥാനത്തേക്കാൾ ഉന്നതമായ വേറെ ഒരു സ്ഥാനവുമില്ല. ബില്ലിദ്മാൻ, എക്കാലത്തും മുത്തുനബിയുടെ കൂടെ നിൽക്കാനായി സഹവസിക്കാനായി അല്ലാഹു തആല തെരഞ്ഞെടുത്ത മഹാന്മാരുടെ സ്ഥാനത്തേക്കാൾ ഉന്നതമായ ഒരു സ്ഥാനമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമില്ല എന്നാണ്. എന്നല്ലാതെ മറ്റുള്ള ഒരു വ്യക്തിക്കും ആ സ്വഹാബിമാരെ ശേഷം വന്ന ഒരു വലിയനും ആ സ്വഹാബിമാർക്ക് ലഭിക്കാത്ത ഒരു നിഅമത്തും ബറക്കത്തും റഹ്മത്തും ഇൽമോ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠതയോ പ്രത്യേകതയോ ലഭിക്കില്ല എന്നതിനർത്ഥമല്ല. ലഭിച്ചേക്കാം. കാരണം എന്തുകൊണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ പടപ്പുകളെ കൂട്ടത്തിൽ നിരുപാധികം എല്ലാ വിഷയങ്ങളിലും എല്ലാവരെക്കാളും മികച്ചു നിൽക്കുന്ന വ്യക്തി. അത് മുത്തുനബി മാത്രമേ ഉള്ളൂ. വേറെ ഏത് പ്രവാചകനെ കുറിച്ചും ഏത് മലക്കിനെ കുറിച്ചും ഏത് വലിയനെ കുറിച്ചും സ്വഹാബിനെ കുറിച്ചും ആരെക്കുറിച്ചും അദ്ദേഹം ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തേ ഉള്ളൂ? ഒരു നില നോക്കുമ്പോൾ, ഒരു വശം നോക്കുമ്പോൾ, ആ വശത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ വശം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിനേക്ക് സ്ഥാനമുണ്ട്. മറ്റൊരു വശം നോക്കുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ സ്ഥാനം വേറൊരു വ്യക്തിക്കായേക്കാം. അക്കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പല ഇമാമിങ്ങളും ലോകാവസാനം വരാൻ പോകുന്ന മഹദി ഇമാമിന് കഴിഞ്ഞു പോയ എല്ലാ ഔലിയാക്കന്മാരെക്കാളും സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. ചിലർ സ്വഹാബിമാരെക്കാളൊക്കെ സ്ഥാനമുണ്ട്, സിദ്ദീഖുൽ അക്ബറിനേക്കാളും സ്ഥാനമുണ്ട്, അഫ്ളലാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതൽക്കേ കണ്ട ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല മുത്തുനബിയുടെ കൂടെ എല്ലാ നിലക്കും ഇടപഴകി ജീവിച്ച് മുത്തുനബിയുടെ ആ മുഖത്തുനിന്ന് നേരിട്ട് എല്ലാ അറിവും അരിഫത്തും അള്ളാഹിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയ ആളാണ്. കൽബ് ടു കൽബ് എല്ലാം മനസ്സിലാക്കിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ലോകാവസാനം വരുന്ന ആളാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. അവരെത്രയോ അകന്ന, മുത്തുനബിയിൽ നിന്ന് പ്രത്യക്ഷത്തിൽ അകന്നിട്ടുള്ളത്. ആ അകന്ന വ്യക്തി മുത്തുനബിയെക്കുറിച്ച് എത്രയോ വർഷം മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുത്തുനബിയെക്കുറിച്ച് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത വ്യക്തിയായിട്ടാണ് മഹദി ഇമാമിനെ അല്ലാഹു തആല പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് മുമ്പ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തിൽ ഉണ്ടായിരുന്ന അതേ അവസ്ഥ, ബദൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ, ഇസ്ലാം എല്ലാവർക്കും ജനങ്ങൾക്കൊക്കെ അപരിചിതമായ ഒരവസ്ഥയിലാണ് ഇസ്ലാം വന്നത്. ഇസ്ലാമിനെ കുറിച്ച് പരിചയം കുറവ്. അന്നേരം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ജനങ്ങൾക്ക് പരിചയമില്ല ഇസ്ലാമിനെ കുറിച്ച്. ഇനി ആഖിർ സമാനാകുമ്പോൾ ഇപ്പോഴും അങ്ങോട്ട് എത്തി. ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും മറന്നുപോയി. ഇസ്ലാമിൻ്റെ തനതായ രൂപം ഇന്ന് മറക്കപ്പെട്ടു. ഇസ്ലാം യഥാർത്ഥ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഇസ്ലാം ജനങ്ങൾക്ക് പരിചയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. സംസ്കാരമൊക്കെ മാറി, പറച്ചില് മാത്രമേ ഇസ്ലാമുള്ളൂ. ഹദീസ് പറഞ്ഞില്ലേ, ഇസ്ലാമിൽ നിന്ന് അവരുടെ പേരും അടയാളവുമല്ലാതെ വേറൊന്നും അവശേഷിക്കില്ല, യഥാർത്ഥ മതചിട്ടകളില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇമാം മഹദി വരുന്നത്. എങ്ങനെ വരുന്നത്? റസൂലുള്ളാഹിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ദീനുൽ ഇസ്ലാം ഉണ്ടായിരുന്നത്, അതേ രൂപത്തിൽ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ പ്രബോധനം ചെയ്ത് ദീനുൽ ഇസ്ലാം ജനങ്ങളിൽ കാണിച്ചു കൊടുത്ത് ആ നീതിയും സന്മാർഗവും ജനങ്ങളിൽ അത് പ്രബോധനം ചെയ്ത് ജനങ്ങളിലൂടെ അത് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രബോധകനായിട്ടാണ് ഇമാം മഹദി വരുന്നത്. അതുകൊണ്ട് ഇമാം മഹദി, ചില പണ്ഡിതന്മാർ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും സ്ഥാനമുണ്ട്. വേറെയും കാരണം അതിനുണ്ട്. അതൊരു അഭിപ്രായമാണ്. അങ്ങനെ സ്ഥാനം സ്വഹാബിമാർ കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് സ്ഥാനമുള്ളൂ
എന്നും ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചത് മുത്തുനബി അല്ലാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി അല്ലാത്ത ഏതൊരു വ്യക്തിയെക്കുറിച്ചും അദ്ദേഹം ശ്രേഷ്ഠനാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് കഅബാലയം വസ്തുവിനെക്കുറിച്ച് അത് അഫ്ളലാണ്, ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഒരു വശം ചിന്തിക്കുമ്പോൾ ശ്രേഷ്ഠതയുണ്ട്, മറ്റൊരു വശം ആലോചിക്കുമ്പോൾ അതിന് ആ ശ്രേഷ്ഠത ഉണ്ടാകില്ല എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരോട് ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. സ്വഹാബിമാരെ, ആഖിർ സമാനിൽ നിങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾ, നിങ്ങളോട് എനിക്ക് വലിയ മഹബത്തുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടൊരു കൂട്ടർ എനിക്കുണ്ട് പറഞ്ഞു. അപ്പോൾ ആരാന്ന് ചോദിച്ചു. ആഖിർ സമാനിൽ കുറച്ച് ആളുകൾ വരാനുണ്ട്, അവർ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ എന്നെ അവർ വല്ലാതെ മഹബത്ത് വെക്കുന്നുണ്ട്. അവർ എപ്പോഴും കൊതിക്കുന്നത് അവരും അവരുടെ കുടുംബവും അവരുടെ ഫാമിലി സമേതം അവർക്ക് എന്നെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്നെ കാണാതെ അവർ കണ്ടതുപോലെ മഹബത്ത് വെക്കുന്നുണ്ട്. നിങ്ങളൊക്കെ മഹബത്ത് വെച്ചത് എൻ്റെ ഭംഗിയും എൻ്റെ സംസാരവും എൻ്റെ ശബ്ദവും ഒക്കെ കേട്ടിട്ടാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ ആഖിർ സമാനിൽ വരുന്നുണ്ട്. എനിക്ക് നിങ്ങളെക്കാൾ എനിക്ക് അവരോട് സ്നേഹമുണ്ട്, മഹബത്തുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ആ ഒരു വശം പരിഗണിക്കുമ്പോൾ മുത്തുനബി ഒരിക്കലും ശ്രവിക്കാതെ, കാണാതെ, കേൾക്കാതെ, കേട്ട് അല്ലേ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കൈമാറിയ സന്ദേശത്തിലൂടെ മുത്തുനബിയെ മനസ്സിലാക്കി, മുത്തുനബിയെ കണ്ടതുപോലെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും മഹബത്ത് വെക്കുകയും ചെയ്ത വ്യക്തികൾക്ക് വലിയൊരു സ്ഥാനം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ വശം ചിന്തിക്കുമ്പോൾ അവർക്ക് സ്ഥാനമുണ്ട് എന്നാണ്. എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിർ സമാൻ വരുന്ന വ്യക്തികളോട് എനിക്ക് നിങ്ങളെക്കാൾ മഹബത്തുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ വശം ചിന്തിക്കുമ്പോഴും നിങ്ങളെക്കാൾ മഹബത്ത് അവരോടാണ് എന്നർത്ഥമല്ല. നിങ്ങൾ എൻ്റെ കൂടെ 100% യുദ്ധത്തിലും എല്ലാ സന്ദർഭങ്ങളിൽ നിന്ന് തന്നു, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മനഃപ്പാടമാക്കി, നിങ്ങളുടെ പിൻതലമുറക്ക് നിങ്ങളത് പറഞ്ഞു കൊടുത്ത് ആ സന്ദേശം എത്തിച്ചു കൊടുത്തു. ആ നിലക്കൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളാണ് അവരെക്കാളൊക്കെ എനിക്ക് ഇഷ്ടം, നിങ്ങളാണ് ശ്രേഷ്ഠം, അതിന് വേറെ വശമുണ്ട്. അപ്പം അങ്ങനെയാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉണർവിൽ കണ്ടത് സ്ത്രീകളാണെങ്കിലും സ്വഹാബിയാവൂല, പുരുഷന്മാരും സ്വഹാബിയാവൂല, സ്ത്രീകളും സ്വഹാബിയാവൂല. മരണത്തിന് ശേഷം കണ്ടോല്, റസൂലുള്ളാഹിന്റെ വഫാത്തിന് മുമ്പ് റസൂലുള്ളാഹിനെ കണ്ടവർ, റസൂലുള്ളാഹിന്റെ കൂടെ സംഗമിച്ചവർ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അടിമയാണെങ്കിലും ബുദ്ധിയില്ലാത്ത ഭ്രാന്തനാണെങ്കിലും ആരാണെങ്കിലും പ്രസവിക്കപ്പെട്ടതിന് ശേഷം മരണത്തിന് മുമ്പായിട്ട് കണ്ടാൽ അവർ സ്വഹാബിയാണ്. അവർക്ക് ആ വലിയ സ്ഥാനമുണ്ട്, സ്വഹാബി എന്നുള്ള സ്ഥാനമുണ്ട്.